കിലോമീറ്ററുകൾ ദൂരെയുള്ള യുദ്ധക്കപ്പലുകളോ ആകാശത്ത് ഗർജിക്കുന്ന മിസൈലുകളോ അല്ല ഈ യുദ്ധത്തിന്റെ കേന്ദ്രബിന്ദു. നട്ടുച്ചയ്ക്കുപോലും വെളിച്ചമില്ലാത്ത സർവർ മുറികളിലും ലക്ഷക്കണക്കിന് കൂടുകൾ മിന്നിമറയുന്ന സ്ക്രീനുകൾക്കു പിന്നിലുമാണ് ഈ യുദ്ധം നടക്കുന്നത്. നിശബ്ദമായ ഈ ഡിജിറ്റൽ യുദ്ധക്കളത്തിൽ ഒരു മിസൈൽ പോലും വിക്ഷേപിക്കാതെ പവർ ഗ്രിഡുകളും ജലവിതരണവും സാമ്പത്തിക സംവിധാനങ്ങളും തകർക്കാൻ ആർക്കും സാധിക്കും. ഒരു ദശാബ്ദത്തിലേറെയായി ഇസ്രയേലും ഇറാനും തമ്മിൽ തുടരുന്ന ഈ കോഡ് പോരാട്ടം 2025 ഒരു പുതിയ യുദ്ധയുഗത്തിലേക്ക് പ്രവേശിച്ചുകഴിഞ്ഞു. ഡിജിറ്റൽ ലോകത്തെ ഈ ലോകമഹായുദ്ധത്തിൽ സാങ്കേതികവിദ്യയുടെ വൻശക്തിയായ ഇസ്രയേലും ഏതു ഉപരോധത്തെയും മറികടക്കാൻ ശേഷിയുള്ള ഇറാന്റെ സൈബർ സൈന്യവും നേർക്കുനേർ നിൽക്കുമ്പോൾ ലോകം വിറയ്ക്കുകയാണ്. ഇസ്രയേലിന്റെ സൈബർ പ്രതിരോധത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അവരുടെ എലൈറ്റ് യൂണിറ്റ് 8200 ആണ്. ഏകദേശം 5000ഓളം മികച്ച യുവമനസ്സുകൾ കോർത്തിണക്കിയ ഈ യൂണിറ്റ് അമേരിക്കയുടെ NSAയുമായാണ് താരതമ്യം ചെയ്യപ്പെടുന്നത്. അതീവ രഹസ്യമായ മാൽവെയറുകൾ വികസിപ്പിക്കാനും ശത്രുവിന്റെ കമ്പ്യൂട്ടറുകളിൽ ശസ്ത്രക്രിയാ കൃത്യതയോടെ നുഴഞ്ഞുകയറാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. എന്നാൽ ഇതിനു വിപരീതമായി ഇറാൻ പ്രവർത്തിക്കുന്നത് മറ്റൊരു ശൈലിയിലാണ്. ഒരു പ്രത്യേക യൂണിറ്റിലൊതുങ്ങാതെ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ കീഴിലുള്ള വലിയൊരു ഹാക്കർ ശൃംഖലയെയാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. ഇറാന്റെ കരുത്ത് അവരുടെ എണ്ണത്തിലും സ്ഥിരതയിലുമാണ്. ശത്രുവിന്റെ നെറ്റ്വർക്കുകളെ നിശ്ചലമാക്കി ഡാറ്റ മുഴുവൻ തുടച്ചു നീക്കുന്ന വൈപ്പർ മാൽവെയറുകൾ ഇറാന്റെ സൈബർ സൈന്യത്തെ ലോകത്തെ തന്നെ ഏറ്റവും അപകടകാരികളായ സംഘമാക്കി മാറ്റിയിരിക്കുന്നു. ആക്രമണങ്ങളുടെ കാര്യത്തിൽ ഇസ്രയേൽ എപ്പോഴും ലക്ഷ്യമിടുന്നത് തന്ത്രപരമായ അട്ടിമറികളാണ്. ഉദാഹരണത്തിന്, ഇറാന്റെ ന്യൂക്ലിയർ സെൻട്രിഫ്യൂജുകൾ ഭൗതികമായി തകർക്കാനുപയോഗിച്ച സ്റ്റക്സ്നെറ്റ് പോലുള്ള ലോകത്തെ ഞെട്ടിച്ച വൈറസുകൾ ഇസ്രയേലിന്റെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ തെളിവാണ്. എന്നാൽ ഇതിന് ഇറാൻ നൽകുന്ന മറുപടി വ്യാപകമായ പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന തരത്തിലാണ്. ബാങ്കിംഗ്, സർക്കാർ വെബ്സൈറ്റുകൾ തകർത്ത് രാജ്യത്തെ നിശ്ചലമാക്കുന്ന സർവീസ് നിഷേധ ആക്രമണങ്ങളിലാണ് ഇറാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇസ്രയേൽ ശത്രുവിന്റെ സൈനിക ആസ്തികളെ ലക്ഷ്യം വയ്ക്കുമ്പോൾ ഇറാൻ ഒരുപടി കൂടി കടന്ന് പൊതുജന പരിഭ്രാന്തിയും സാമ്പത്തിക നഷ്ടവുമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. 2025 ജൂൺ മാസത്തിൽ നടന്ന സൈബർ ആക്രമണങ്ങൾ മുൻ വർഷങ്ങളേക്കാൾ 700% വർദ്ധിച്ചത്. വ്യോമാക്രമണങ്ങൾ നടക്കുമ്പോൾ തന്നെ ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളുടെ ഡിജിറ്റൽ നിയന്ത്രണം തകർക്കാൻ ഇസ്രയേൽ ശ്രമിച്ചപ്പോൾ ഇസ്രയേലി സിവിലിയന്മാരെ ലക്ഷ്യമിട്ടുള്ള ബൃഹത്തായ ഫിഷിംഗ് ക്യാമ്പയിനുകൾ നടത്തി ഇറാൻ അതിനെ പ്രതിരോധിച്ചു. അതേസമയം ഇറാന്റെ പെട്രോൾ വിതരണ ശൃംഖലകളും തുറമുഖങ്ങളും പ്രവർത്തനരഹിതമാക്കിയാണ് ഇസ്രയേൽ തിരിച്ചടിക്കുന്നത്. സിവിലിയൻ സേവനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഈ തക്കത്തിന് തക്കതായ മറുപടി വലിയൊരു മാനുഷിക പ്രതിസന്ധിയിലേക്ക് പോലും ഒരുപക്ഷേ ലോകത്തെ നയിച്ചേക്കാം. ഈ യുദ്ധത്തിൽ പുതിയ ആയുധമായി മാറിയിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. AI ഉപയോഗിച്ച് ഭീഷണി മുൻകൂട്ടി കണ്ടെത്താൻ ഇസ്രയേൽ അവരുടെ സൈബർ അയൺ ഡോം വികസിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാൻ ഡീപ് ഫേക്കുകളും സങ്കീർണമായ ഫിഷിംഗ് ഇമെയിലുകളും നിർമ്മിക്കാൻ AI ഉപയോഗിച്ച് അതിശക്തമായ തിരിച്ചടി നൽകുന്നു. ഇതിനു പുറമെ ഹിസ്ബുള്ളയെപ്പോലുള്ള പ്രോക്സി ഗ്രൂപ്പുകളെയും മോസസ്റ്റാഫ് പോലുള്ള ഹാക്കർ ഗ്രൂപ്പുകളെയും ഇറാൻ തന്ത്രപരമായി ഉപയോഗിക്കുന്നു. ഇറാന്റെ ആഭ്യന്തര നെറ്റ്വർക്കിനെ സംരക്ഷിക്കാൻ അവർ നിർമ്മിച്ച നാഷണൽ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് ആഗോള വെബിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടാലും രാജ്യത്തെ സുരക്ഷിതമാക്കി നിർത്താൻ ശേഷിയുള്ളതാണ്. സാങ്കേതിക മികവിലും ആസൂത്രണത്തിലും ഇസ്രയേൽ മുന്നിലാണെന്ന് തോന്നിയാലും ഇറാന്റെ അപ്രതീക്ഷിതമായ ആക്രമണ രീതികളും പ്രവചിക്കാനാവാത്ത ശേഷിയും അവരെ ഒരു മറികടക്കാനാവാത്ത തുല്യശക്തിയായി മാറ്റുന്നു. പ്രത്യാക്രമണങ്ങൾ നടത്താനുള്ള ഇറാന്റെ സന്നദ്ധതയും പൊതുജനങ്ങളെ ബാധിക്കുന്ന വലിയ ആക്രമണങ്ങൾ നടത്താനുള്ള അവരുടെ ധൈര്യവും ഇസ്രയേലിന് വലിയ വെല്ലുവിളിയാണ്. സാങ്കേതിക മേൽക്കോയ്മ ഇസ്രയേൽ നിലനിർത്തുന്നുണ്ടെങ്കിലും ഈ സൈബർ പോരാട്ടം അവസാനമില്ലാത്ത ഒരു തുടർച്ചയായി മാറുന്നു. വാസ്തവത്തിൽ ഒരു നിമിഷത്തെ കോഡിംഗ് പിഴവ് മതി ലോകം മുഴുവൻ അന്ധകാരത്തിലാകാൻ. ഈ ഡിജിറ്റൽ യുദ്ധക്കളത്തിൽ ആര് ജയിക്കുമെന്നതിനേക്കാൾ ഹ്യൂമാനിറ്റി ഈ നിശബ്ദ യുദ്ധത്തെ എങ്ങനെ നേരിടുമെന്നതിലാണ് ഭാവിയുടെ ഉത്തരമൊളിഞ്ഞിരിക്കുന്നത്.